തംബ്നെയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഇന്ന് എനിക്കൊരു വിശേഷപ്പെട്ട ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞ് പോകാം. അപ്പോൾ രാവിലെ തന്നെ ഇതാ എൻ്റെ ഐറൂസ് ഇങ്ങോട്ട് വിക്രസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എണീറ്റ് വന്ന് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഒരു ദോശ ചുട്ട് കൊടുത്തിട്ടുണ്ട്. തലേന്നത്തെ ഫുഡൊന്നും കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു അപ്പം ചുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓന് അത് കഴിക്കുന്നില്ല, കറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിക്കറി മുളകൊന്നും ഇടാതെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരുങ്ങി കെട്ടി നിൽക്കണമെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. എന്തിനാണ് പുറത്ത് പോകണമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോവാം. അപ്പോൾ ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ട്. അതുവരെ നമുക്ക് രാവിലത്തെ കുറിച്ച് തിരക്കും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ 2 മണിയായപ്പോൾ ഇതും വന്നതിന് ശേഷം പോവാമെന്ന് കരുതി നിന്നതാണ്. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസമായി കേട്ടോ പോകണം എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ എന്താ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ 4-ാം തീയതി, അതായത് ഇന്നിപ്പോൾ ഈ വീട് വരുന്ന ദിവസം മോളുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓളെ പിറന്നാൾ തന്നെ പറയും, ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ എല്ലാ വർഷവും ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അധികവും എനിക്കിഷ്ടം ഞാൻ തയ്ച്ച ഡ്രസ്സാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുക്കുക. ഇമ്മ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ വക എന്തെങ്കിലും വാങ്ങി കൊടുക്കണമെന്ന്. ഒരു മാസം മുമ്പ് അമ്മ പറയും, പക്ഷേ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ മോളൂനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും വാങ്ങിക്കോ, ഡ്രസ്സോ ടീഷർട്ടോ എന്താ വെച്ചാൽ വാങ്ങിക്കോ, ഇമ്മ പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓളും ഈ പറഞ്ഞ പോലെ അത് സെലക്ട് ചെയ്ത് അത് വേണോ ഇത് വേണോ നോക്കി ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അമ്മക്ക് സങ്കടമാവൂലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി നമുക്ക് ഇനി ഉമ്മാൻ്റെ വകമായിട്ട് ഒന്ന് വാങ്ങാൻ. അപ്പോൾ ഇതൊന്നും മോളൂന് അറിയില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പാല്, പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. മോളൂന് അറിയില്ല ഇതിനാണ് എന്നുള്ളത്. അപ്പം ഓള് ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും നീ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്താ ചെയ്യുക, 4-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ പോലെയല്ലേ. അപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് എന്തോ ഭാഗ്യത്തിനോട് ഇന്നലെ വരാനും ഇന്നലെ രാത്രി മോളുടെ ഹസ്ബൻഡ് ഓളെ കൊണ്ടുപോയില്ല കേട്ടോ. എന്തോക്കോ തിരക്കായിട്ട് ഓളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് വരിക, ഇന്ന് കൊണ്ടുപോകും. അപ്പോൾ അതിന് മുന്നായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതെന്താ വെച്ചത് 3-ാം തീയതി വീഡിയോ, എനിക്ക് 4-ാം തീയതിയാണ് മോളുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇത് ഇന്ന് കൂടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 4-ാം തീയതി കഴിഞ്ഞ് എന്നാ എന്നോട് വരികയെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും എന്നാൽ വരിക എന്നുള്ളതൊരു ഉറപ്പില്ല, പെട്ടെന്നായിരിക്കും വരവ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് കൊണ്ട് പിന്നെ ഉമ്മാൻ്റെ ഭാഗമായിട്ടും ആ ഒരു കസവ് കേന്ദ്രത്തിൽ പോയിട്ട് അരീക്കോട് തന്നെ കസവ് കേന്ദ്രത്തിൽ പോയിട്ട് ഒരു ടോപ്പും വാങ്ങി. പിന്നെ നീനൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗം എന്തെങ്കിലും വാങ്ങി കൊടുക്കണം കേട്ടോ അമ്മച്ചി. ഞാൻ ഇക്കൊല്ലം എല്ലാവർക്കും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മോളൂന് ഹണിക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണം എന്നാണ് നീനൂട്ടി മോളൂനെ വിളിക്കൽ ഹണി എന്നാണ് കേട്ടോ. അപ്പോൾ ഓക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെരിപ്പാക്കാം, എന്തെങ്കിലും ഒരു കാര്യമുള്ള സാധനം തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെരുപ്പ് വാങ്ങി. അങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് ചെരുപ്പിൻ്റെ കടയിൽ പോയിട്ട് നമ്മളൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. ഒക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ വക ചുരിദാർ, ഇമ്മയുടെ വക ഒരു ടോപ്പായി, നീനുവിൻ്റെ വക ഒരു ചെരുപ്പായി. ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ അടുത്ത് തന്നെ ഈ ചെരുപ്പൊക്കെ വാങ്ങിയ കടൻ്റെ അടുത്ത് തന്നെ BG ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇങ്ങനെ എന്താ ഈ പാക്ക് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് കരുതി അവിടെ ഞങ്ങൾ വേറെ 1-2 ആവശ്യങ്ങൾക്ക് ഇതും 1-2 സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് കണ്ടതാണ്. അവിടെ ഇങ്ങനെയുള്ള എന്താ പറയുക പെട്ടിയും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ അവിടെ പോയിട്ട് നോക്കിയിട്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതി അവിടുന്ന് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വീട്ടിലേക്ക് എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഏതായാലും ഞാൻ തയ്ച്ച ഡ്രസ്സും ഞാൻ ബാഗിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെരുപ്പ് വാങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോളുവിൻ്റെ ഒരു ചെരുപ്പ് കാണാതെ എടുത്തിൻ്റെ ബാഗിലിട്ടുകാട്ട് കൊണ്ടുപോയി എന്നിട്ട് അവിടുന്ന് അളവൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാണ്. എങ്ങനെയൊക്കെയോ ഒപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ BG ബുക്സിലെത്തി. അവിടുന്ന് ഈ ഒരു കവറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല നല്ല പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആ പൊട്ടിക്കലും ഇതെല്ലാം ഉള്ളു വെച്ചിട്ട് പിന്നെ അധികം വിലയൊന്നും ഇല്ലാത്തൊരു പാകത്തെ റേറ്റിനുള്ളൊരു ചെറിയൊരു പാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ വാങ്ങിയിട്ട് അവിടുന്ന് തന്നെ ഡ്രസ്സൊക്കെ ഉമ്മാൻ്റെ വകയുള്ളത് എൻ്റെ വകയുള്ളത് ചെരുപ്പും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ട്
പാക്ക് ചെയ്ത് പോന്നു കേട്ടോ. പിന്നെ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കവറ് തന്നു. അവർ കവറിലൊക്കെ ഇട്ട് തന്ന് കാണണ്ടല്ലോ, പെട്ടെന്ന് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാതെ ഒരു ചെറിയൊരു ഫോട്ടോയും ഞാനിങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ മോളുവിൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട് കേട്ടോ. ഇന്നലെ പിന്നെ വരാൻ പറ്റാത്ത ഇന്ന് ഇവിടെ അരീക്കോട് ഓൻ്റെ സ്ഥാപനത്തിൽ ഇന്ന് അവിടെ പണീൻ്റെ അപ്പോൾ ഇവിടെ എന്തോ ക്ലാസ് ഉണ്ടായിട്ട് വന്നതാണ്. വന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് കുറച്ച് നേരം കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാം മോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോള് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം മോള് കാണാതെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതുമ്മു പിന്നെ എഴുതി പഠിക്കുന്ന ഒരു റൂമില്ലേ, ആ റൂമിൽ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം ഇവിടെ നമ്മൾ പോകുമ്പോൾ ബീഫ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രീസറിൽ കട്ടായി നിൽക്കുന്നു കേട്ടോ, തണുത്തുറച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഞാൻ വരുമ്പോക്കിന് പിന്നെ ഒന്ന് വെള്ളമൊക്കെ പോയി സെറ്റ് ആയിക്കോട്ടെ, ഐസ് കട്ടയൊക്കെ പോയി റെഡി ആയിക്കോട്ടെ എനിക്ക് കരുതിയിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഊറ്റി വെച്ച് അപ്പോൾ അത് ബീഫ് അടുപ്പത്ത് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ 2 മണിക്ക് 2:15 ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം അതൊക്കെ ഒന്ന് സെറ്റാക്കണം. നമുക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ, ഇതൊക്കെ ഉണ്ട് വിചാരിച്ച് നമുക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കാതൊക്കെ കഴിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. ചെറിയ ഉള്ളിയും ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് അരിഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് പിന്നെ ഈ ഭാഗത്തേക്ക് വരുന്നില്ല, മോളുവിൻ്റെ ഹസ്ബൻഡ് അവിടെ ഉള്ളതുകൊണ്ട് ഓലവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണാത്ത രീതിയിൽ ഒളിപ്പിച്ച് വെക്കാനും പറ്റി. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി കേട്ടോ, കാരണം നമുക്കിവിടെ പച്ചക്കറി കുറച്ച് കുറവുണ്ടായിരുന്നു. വെല്ലുള്ളി ആണല്ലോ ഇപ്പോൾ നോമ്പിന് നമുക്ക് ഭയങ്കര ചിലവുള്ള സാധനം. എന്തുണ്ടാക്കണമെങ്കിലും വെല്ലുള്ളി വേണം അല്ലേ, നമുക്ക് സമൂസ ഉണ്ടാക്കണമെങ്കിലും കട്ട്ലറ്റ് ഉണ്ടാക്കണം, എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും അത് വേണം. പിന്നെ കറി ആയാലും ഒക്കെ വേണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വാങ്ങി. കുറച്ച് ഉരുളക്കിഴങ്ങും വാങ്ങി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. ഐറൂസിന് ഭയങ്കര ഇഷ്ടം ഓറഞ്ച്, അപ്പോൾ ഓറഞ്ചും പിന്നെ മുസമ്പിയും സ്ട്രോബെറിയും ഇതൊക്കെയാണ് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ കൊണ്ടുവന്നൊക്കെ എടുത്ത് വെച്ച് ഞാൻ വേഗം കുക്കിങ്ങിലേക്ക് ഇങ്ങോട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഈ തൊലിച്ചുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ തൊലിച്ച് വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെക്കുകയാണ്. ഇത് അരച്ച് വെക്കാനുള്ള കുക്കർ അടുപ്പത്ത് വെച്ച് ഞാൻ വലിയുള്ളി തോല് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളിയും തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഇറച്ചി വേവിക്കുന്നത്. അപ്പോൾ വേഗം റെഡി ആക്കേണ്ടത്. ഇനിയിപ്പോൾ ഇനി മോളൂനെ കൊണ്ടുപോകുമോ എന്നുള്ള ടെൻഷനും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ, കാരണം കൊണ്ടുവന്ന സാധനമൊക്കെ കൊടുക്കണം ല്ലോ. അപ്പോൾ എന്താ ഇപ്പം ഉണ്ടാവുക, ഇനി ഇപ്പം തന്നെ കൊണ്ടുപോകുമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. നോമ്പ് തുറക്കാതെ ഞാൻ കരുതി എന്തായാലും നിന്നതല്ലേ, ഇനി ഇപ്പോൾ നോമ്പ് തുറന്നിട്ടായിരിക്കും പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് മോളുവിൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ഇനിയിപ്പോൾ എന്താ കൊണ്ടുപോകുക എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇല്ല, ഓന് എന്തോ കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ട്, എന്തൊക്കെയോ സ്കൂളിൻ്റെ ആവശ്യത്തിന് ബുക്കോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ വാങ്ങാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് പിന്നെ മടങ്ങി വരുമ്പോഴേ അവളെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. ഞാൻ പിന്നെ വേഗം നമ്മുടെ പരിപാടികളൊക്കെ തീർക്കുക, ഫുഡിൻ്റെ പരിപാടികളൊക്കെ തീർത്താൽ നമുക്ക് സമാധാനമാവില്ല. എന്നിട്ട് കൊടുക്കാം ഗിഫ്റ്റ് എന്ന് കരുതി ഇതാ ബീഫ് പെട്ടെന്ന് അത് സെറ്റാക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ വാടി വന്നപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതക്കി വെച്ചത് പച്ചമുളകൊക്കെ കൂട്ടിയിട്ട് ചതക്കി വെച്ചതുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്ത്. പിന്നെ മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്, ടൊമാറ്റോ പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ആക്കിയിട്ട് ബീഫൊക്കെ ഇട്ട് റെഡിയാക്കണം. പിന്നെ തുത്തു മഞ്ചേരി വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മോളുവിൻ്റെ ബർത്ത്ഡേൻ്റെ. അപ്പോൾ ഓളെ ഗിഫ്റ്റൊക്കെ ഓൾ അന്നേനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് അത്യാവശ്യം വലിയ ഗിഫ്റ്റായിരുന്നു, കമ്മല, മാല, പിന്നെ എന്താ സ്പ്രേ, നല്ല മണമുള്ള ഒരു സ്പ്രേ, ഒന്നല്ല 4 ഒരു പെട്ടിയിൽ 4 സ്പ്രേ ഇങ്ങനെ, പിന്നെ കുറേ കമ്മല, അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു തുത്തു. അപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇൻ്റെതാണ് ഞാൻ അന്ന് കൊണ്ടുപോയിട്ടില്ല, അന്ന് അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നൊന്നും ഒരു ഉറപ്പില്ലല്ലോ, പെട്ടെന്നുണ്ടായ പരിപാടിയാണല്ലോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇന്ന് കൊടുക്കാൻ ഞാൻ പറയാനോ ഞാൻ ഇപ്പം എന്താ ചെയ്യുക, ഇനി ഓൾ എന്നാ വരപ്പാണെങ്കിൽ 4 ദിവസമായിട്ടുള്ള ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഒക്കെ അവിടെ മോളുടെ ഹസ്ബൻഡിൻ്റെ അവിടെ പിന്നെ അമ്മാൻ്റെ ആണ്ടും, അതായത് അമ്മായിമാൻ്റെ ആണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓൾ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്നാപ്പോൾ വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ നോമ്പല്ല, അല്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൊടുക്കാമെന്നൊക്കെ വിചാരിക്കും. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അതും മടിയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഇത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം നമുക്കത് നടക്കുന്നത്. കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥത്തോടെയാണല്ലോ നമ്മൾ പിന്നെ ആ ഹോളൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണല്ലോ. അതുകൊണ്ടായിരിക്കും എനിക്കെൻ്റെ കയ്യിലോളെ കിട്ടിയത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം എനിക്ക് ഓളെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കേക്ക് കട്ടിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. അതിൻ്റെ മുന്നത്തെ വർഷം ഓൾ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. ഐറൂസിനെ പ്രസവിച്ച് കൊടുക്കുന്ന ടൈമിലായതുകൊണ്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കേക്കും പിന്നെ അതൊക്കെ കട്ട് ചെയ്തു, ഞങ്ങൾ പിസ്സയൊക്കെ വാങ്ങി. ഇപ്പോൾ മോളിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ രാത്രി വന്നിട്ടുണ്ടായിരുന്നു ഓളെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. അപ്പോൾ ഓൾക്ക് കഴിക്കാൻ ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നല്ല രസമായിരുന്നു ഓൾ പ്രസവിച്ച് കിടക്കുന്ന ടൈമിൽ കേട്ടോ. പിന്നെ കഴിഞ്ഞ വർഷം ഓൾ ഇവിടെ അല്ല, ഓൾ ഡൽഹിയിലായിരുന്നു. ഓൾ അവിടെ നിന്നാണ് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇക്കൊല്ലം ഓൾ ഇവിടെ ഉണ്ട്, ഓൾക്ക് പോകുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
നമുക്ക് ഓളെ കിട്ടിയ ഒരു സമയമാണ്. എന്തായാലും ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർത്ത് പിന്നെ പുറത്ത് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഇതുമുന്നെ പോയിക്കാട്ട് പറഞ്ഞു, ആ ഇതുമുൻ്റെ റൂമിലാണല്ലോ നമ്മൾ വാങ്ങി വെച്ച ഗിഫ്റ്റ്, അപ്പോൾ അത് മെല്ലെ കൊണ്ടുപോകാൻ, ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി വെക്കട്ടെ ഈ വാട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി ക്യാമറയൊക്കെ പിടിച്ച്, ഞാൻ ഇവിടെ ലോങ് വീഡിയോക്കുള്ള ക്യാമറ ഇവിടെയും ഷോർട്സ് ആക്കി എടുക്കാനുള്ള ക്യാമറ ഞാൻ എൻ്റെ കയ്യിലും പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഫോണും കണ്ട് ഇരിക്കുന്നു. ഐറൂസ് ഉറങ്ങാൻ, മോളൂൻ്റെ ഹസ്ബൻഡ് അവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ, ഓനവിടെ ഉണ്ട്. അപ്പോൾ ഞാനിതാ പിന്നെ അത് ഇതുമാണ് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കവറിലായത് പിന്നെ അവിടുന്ന് അത് ആ പാക്ക് പൊട്ടിച്ചെടുത്തു. അപ്പോൾ ഇതെന്താ എന്നുള്ള ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കട്ടെ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും എന്നുള്ളത് ഒക്കെ അറിയാം, അതും വെച്ച് എന്തെങ്കിലും ഡ്രസ്സ് തന്നെ ഇക്കാരെന്നുള്ളതും മോളൂന് ഉറപ്പാണ്. പക്ഷെ വേറെ ഒന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ആ ഒരു രീതിയിൽ എടുത്തത്. അപ്പോൾ ഇങ്ങനെയൊന്നല്ല പാക്ക് ചെയ്യൽ, കുറച്ച് റോസ് പൂവും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്നും കൂടി ഡെക്കറേഷനൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇനി നമ്മളങ്ങനെ പുറത്ത് ഒരു എന്താ പറയുക വേറൊരാൾക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കൊന്നല്ലല്ലോ. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ചോക്ലേറ്റോ കാര്യങ്ങളോ ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നോമ്പായതുകൊണ്ട് മാത്രമല്ല നമ്മളിങ്ങനെ വെയിറ്റ് കൂടി വരികയല്ലോ, അപ്പോൾ ചോക്ലേറ്റ് ഒന്നും വല്ലാതെ ഇടണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ കേക്കും വാങ്ങിയില്ല, കാരണം ഓൾ ഇനി എപ്പോഴും രാത്രി ചിലപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുന്നേ പോയാലോ എന്ന് കരുതിയിട്ട് കേക്കും വാങ്ങിയിട്ടില്ല. എന്തായാലും ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്. ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഓളാണെങ്കിലുണ്ടല്ലോ കുറേ ദിവസം മുമ്പ്, അതായത് ബർത്ത്ഡേ കാണുന്നതിന് കുറേ ദിവസം മുമ്പ് ഓളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ ഒരു പാകിസ്ഥാനി സ്ലീവൊക്കെ ആയിട്ടുള്ള ചെറിയ ഷോർട്ട് ടോപ്പും അതിലിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പ് ഇടുന്നെങ്കിൽ കാണുകയാണെങ്കിൽ ഉമ്മച്ചി എനിക്ക് വാങ്ങണ്ടിട്ടോ, അല്ലെങ്കിൽ പിന്നെ മീഷോയിലോ മിന്ത്രയിലോ എവിടെയെങ്കിലും ഉമ്മച്ചി കാണുകയാണെങ്കിൽ അത് ഓർഡർ ചെയ്യേണ്ടി, ഞാൻ പൈസ തരേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ ഓൾ എപ്പോഴും പറയാൻ നോക്കുക. അങ്ങനത്തെ സ്ലീവുള്ള ടോപ്പ് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് പിന്നെ ബാക്കിൽ കെട്ടുള്ള ഒരു ടോപ്പൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ ഇങ്ങനെ എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ അങ്ങനത്തെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ തയ്ച്ചത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അടുത്തത് നീനുവിൻ്റെ ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ നീ ചെരുപ്പ് നോക്കുമ്പോൾ കറക്റ്റ് ആവുമല്ലോ, കാരണം നമ്മളവൾ ചെരുപ്പ് കൊണ്ടുപോയി അളവിന് നോക്കിയിട്ടല്ലേ വാങ്ങിയത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആവുമല്ലോ. അങ്ങനെ അത് ഇട്ടു. അത് പിന്നെ ഓക്കുള്ള കളർ തന്നെയായിരുന്നു ചെരുപ്പ്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെരുപ്പും ഒക്കെ കറക്റ്റാണ്, ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അടുത്തതാണ് ഉമ്മാൻ്റെത് കേട്ടോ. ഉമ്മാൻ്റെ എനിക്ക് ടോപ്പ് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു മെറൂൺ കളറാണ്, മെറൂണും എന്താണ്ടോ വൈറ്റ് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് കണ്ടപ്പോൾ ഉള്ളതിനെ കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു, ഓൾ ഇട്ടപ്പെടും കേട്ടോ. അങ്ങനെ ഈ ഒരു 3 സംഭവങ്ങളാണ് ഞങ്ങൾ കൊടുത്തത്. പിന്നെ തുത്തുവിൻ്റെത് ഇതിൽ കാണിക്കാൻ പറ്റും, ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റില്ല, നമ്മൾ അന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മഞ്ചേരിയിൽ നിന്ന് കട്ട് ചെയ്ത കേക്ക് കട്ട് ചെയ്ത വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇമ്മാൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഉമ്മാക്ക് അറിയില്ല കേട്ടോ, ഉമ്മാക്ക് ഇതൊന്നും അറിയില്ല, കാരണം ഞാൻ പറഞ്ഞിട്ടില്ല, പെട്ടെന്നാണല്ലോ ഈ പരിപാടിയൊക്കെ. അപ്പം എന്താ എല്ലാവരോടും താങ്ക്സ് പറയുന്ന കാഴ്ചയാണ് ഈ കണ്ടത്. ഞാൻ പറഞ്ഞു വേഗം ഈ അതൊക്കെ ഒന്ന് ഇട്ട് നോക്ക്, എങ്ങനെ ഉണ്ട് ഇട്ടിട്ട് എന്നുള്ളത് നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫാമിലി ഫോട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും നിൽക്കുന്ന ഫാമിലി ഫോട്ടോ ആണിത്. അത് അന്ന് നമ്മൾ കക്കാടംപോയി പോയില്ലേ, ഉമ്മാരുടെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കക്കാടംപോയി പോയില്ലേ, അന്ന് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് വെച്ചതാണ്, അങ്ങനെ ഫ്രെയിം ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ മോള് ആ ഫോട്ടോ കണ്ടപ്പോൾ മോള് പറഞ്ഞു നമുക്കത് വലിയതാക്കിയിട്ട് ഫ്രെയിം ചെയ്ത് വെക്കണം വെച്ച്. നമ്മൾ വീട്ടിൽ അങ്ങനെ ഐറൂസ് ഉണ്ടായതിന് ശേഷം അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം കേട്ടോ എന്നൊക്കെയാണ് ആ പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡിയാക്കാം, കുഴപ്പമൊന്നുമില്ല. അവിടെ തന്നെ ഈ PG ബുക്സിൽ തന്നെ ചെയ്ത് തരും. കാരണം ഞാൻ ഇമ്മാൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ട് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ അവിടുന്ന് ചെയ്യുക, അതാണ് അവിടെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്, നമുക്കത് വാങ്ങണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അവൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓളിതാ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ മോളുവിൻ്റെ ഹസ്ബൻഡ് പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ പോയിട്ട് ഓൾ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സ്ലീവ് വരുന്ന ഡ്രസ്സ് അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ മുടിയൊക്കെ ഒന്ന് വാർന്നപ്പോൾ തന്നെ ഉള്ളൊരു ബർക്കത്തൊക്കെ വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എന്നാൽ പുറത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാം, കാരണം ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന കട്ട് ചെയ്യണം, പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇട്ടിട്ടുള്ള ഒരു ലുക്കും കൂടി കാണിക്കാമല്ലോ, എന്നാൽ പുറത്തേക്ക് നമുക്ക് മുറ്റത്ത് പോയിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഐറൂസ് കണ്ടോ, ഇതൊന്നും അറിയാതെ ആകെ അലമ്പാക്കി നടക്കുകയാണ് കേട്ടോ. ഞാൻ വാങ്ങി പാക്ക്
പാക്ക് ചെയ്ത പെട്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ആർക്കും ഇത് ആർക്കും വേണ്ട. അപ്പോൾ ഞാൻ ആ 500 രൂപൻ്റെ 800 രൂപൻ്റെയൊക്കെ പെട്ടി ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ വാങ്ങിയെങ്കിൽ എനിക്ക് ഇറങ്ങിറാവൂലേ, വാങ്ങാൻ ഞാൻ നന്നായി തോന്നിയിട്ട്. പിന്നെ എന്തായാലും ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്കതിൽ പിന്നെ നമ്മളെ സ്റ്റിച്ചിങ് ചാനൽ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ സ്റ്റിച്ചിങ് ചാനൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് തയ്ക്കുന്ന ചാനലുണ്ടോ ഏതാണെന്നൊക്കെ. എൻ്റെ പേര് തന്നെയാണ് ആ ചാനലിൻ്റെ പേര് കേട്ടോ, ശ്രുതി സലാം എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് സലാം. അപ്പോൾ ശ്രുതി സലാം എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്, എൻ്റെ ലൊട്ടിലൊടുക്ക് കലാവിരുതുകളൊക്കെയാണ് അതിൽ ഇടാറുള്ളത്. ഇതിൽ നമ്മുടെ ഫാമിലി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വീറ്റ് വ്ളോഗിലും ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിച്ച് കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നാളെ ഇനി സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ഇടണ്ടേ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് ഊരി വെച്ചിട്ട് ഇമ്മ വാങ്ങി തന്ന ഡ്രസ്സ് ഇട്ടു കേട്ടോ. ഇമ്മ വാങ്ങി തന്ന കുറച്ചും കൂടി ഇറക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും കൂടി ഉള്ളൊരു ഒതുക്കം വെച്ച പോലെ തോന്നിയിട്ട് എനിക്ക്. പിന്നെ ആ കളർ കണ്ടോ, ആ ഒരു റെഡ് കളറ് നല്ല ഭംഗിയുണ്ടായിരുന്നു. നോക്കോളം മുഖത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. ബ്ലൂ നല്ല രസമുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഇത് കുറച്ചും കൂടി ഒരു ലൂസും പിന്നെ കുറച്ച് ലെങ്ത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ തടി ഒന്നും കൂടി മെലിഞ്ഞ മാതിരിയൊക്കെ തോന്നില്ല. അങ്ങനെ നല്ല വലിയ പൂക്കളൊക്കെ ആയിട്ടുള്ള അടിപൊളിയാണ്. പിന്നെ അതും കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതാണല്ലോ മെയിനിലെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതല്ലേ ഐറൂസ്, പിന്നെ വിക്രസും കാട്ടി നടക്കുകയാണ്. പിന്നെ കുറേ നേരം അവിടെ പോയി കുറേ എന്താ പറയുക പിന്നാലെ നടന്ന് ഓൻ്റെ പിന്നാലെ നടക്കുന്നതിന് കേട്ടോ കുറേ നേരം. ഓൻ പിന്നെ അകത്തേക്ക് കയറണേ ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല. കുറേ നേരം ഞാനും മുറ്റത്ത് അങ്ങനെ ഇറങ്ങി നടന്നു. കാരണം നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി സെറ്റാണല്ലോ, ഗീ റൈസും ബീഫ് കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ടെൻഷനില്ല. നമുക്കിനി ഒരു 6 മണിക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും വെള്ളം ജ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. വേറെ പണികൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറേ മുറ്റത്തൂടെ അങ്ങനെ അവനെ പിടിച്ച് നടന്നു കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്ക് റീൽസ് എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് ഒരു വൈകുന്നേരമല്ലേ, ക്ഷീണമായി. പിന്നെ നമുക്ക് എടുക്കാനൊക്കെ ഒരു മടി. പിന്നെ ഉള്ള അകത്തേക്ക് പോയിട്ട് പിന്നെ ഞാനും ഐറൂസായിട്ടുള്ള കലാവിരുദ്ധമായിരുന്നു. പിന്നെ മുഴുവനും ഞങ്ങൾ രണ്ടാളും ഓടിക്കളിക്ക് ചടിക്കളിക്ക് ചെയ്യുന്നു കേട്ടോ. ഐറൂസ് കൊണ്ട് ഓനാണെങ്കിൽ കുപ്പായിടാത്തോണ്ട് അവിടെ അധികം ഇങ്ങോട്ട് നിർത്താൻ വയ്യ. ഓനെടുത്ത് പിന്നെ അകത്ത് കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ഇട്ട്. ഓൻ ഈ ചൂടായതുകൊണ്ട് ചൂടുകൂരി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചൂടുകൂരി ഇങ്ങനെ പൊന്നുന്നുണ്ട്. അപ്പോൾ കുപ്പായം ഇങ്ങോട്ട് അത് ഇട്ട് കൊടുക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ചൂടുകൂരിൻ്റെ പൗഡറൊക്കെ ഒന്ന് വാങ്ങി പുറത്തു കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ AC കിടന്നാലും ഉണ്ടാവില്ലേ ചൂടുകൂരി, എനിക്കറിയില്ല. എന്തായാലും ചൂടുകൂരുണ്ട്. എന്നാൽ കുറച്ച് നേരം അവനവിടെ ഇങ്ങനെ എടുത്ത് കൊഞ്ചിച്ച് ഇതാക്കി. ഇനി വേഗം ഓന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഉറങ്ങി എണീറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഓന് ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം പിന്നെ പപ്പടം പൊരിക്കാനൊക്കെ അത് നിന്ന് കേട്ടോ. ഗീ റൈസ് ആയതുകൊണ്ട് തന്നെ ഓന് പപ്പടം കുഴച്ച് കൊടുത്താലേ കഴിക്കുള്ളൂ. പിന്നെ ബീഫിനെ കഴുകിയിട്ട് കൊടുക്കും. എരിവ് ഭയങ്കര തീരെ എരിവ് കഴിക്കൂല. അപ്പം ബീഫ് കഴുകിയിട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പപ്പടം പൊരിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഇതും മോളിങ്ങ് പറയുന്നുണ്ട് എനിക്ക് വേണം കേട്ടോ പപ്പടം വെച്ച്. പിന്നെ ഐറൂന് മാത്രം പോരാ, ഇമ്മച്ചിക്ക് എപ്പോഴും ഐറൂന് പപ്പടം പൊരിച്ചു കൊടുക്കില്ല, എനിക്ക് തരൂല. വേഗം എനിക്കും 2 വേണം 3 വേണമെന്നാണ് പിന്നാലെ നടക്കേണ്ട. അപ്പോൾ ഓക്കും കൂടിയുള്ള പപ്പടം പൊരിക്കാണ്. ഐറൂസിനുള്ള പപ്പടം കൊടുത്ത് മോളുവിൻ്റെ കയ്യിൽ ഐറൂനെ കൊടുത്തിട്ട് പറഞ്ഞേക്കാം കേട്ടോ. ഓന് ഫുഡ് കൊടുക്കാൻ. കാരണം എനിക്ക് കുറച്ചും കൂടി പണികൾ ഇവിടെ ഉണ്ട്. നമ്മളെ നോമ്പ് തുറക്കാനുള്ള കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്, കുറച്ച് ജ്യൂസ്, എൻ്റെ ഹസ്ബൻഡിനുള്ള ജ്യൂസ് അടിച്ചു വെക്കണം. അങ്ങനെ ചിന്ന പരിപാടികളുണ്ട്. അപ്പം ഐറു ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഓനുള്ള 2 പപ്പടം പൊരിച്ച് എടുത്തപ്പോൾ മോളിതാ അവൻ കൊണ്ടുപോയി ഓന് ഫുഡ് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് പിന്നെ ഞാൻ ബാക്കിയുള്ള പപ്പടമൊക്കെ പൊരിച്ച് എടുത്തു. പിന്നെ ചിക്കൻ കറി ബീഫ് കറി ഒന്നും കൂടി ഒന്ന് കുരുമുളക് പൊടിയും മല്ലിച്ചപ്പ് പുതിനയൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഞാൻ എന്താ ഇപ്പം ഇന്ന് ജ്യൂസ് അടിച്ചാൽ നിന്നപ്പോഴാണ് ഞാൻ ഒന്ന് പുറത്ത് പോയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയതില്ലേ, മറ്റേ റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 റോബസ്റ്റ പഴം ഇട്ടിട്ട് ജ്യൂസ് അടിക്കാമെന്ന്. ഇന്നിപ്പോൾ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ, എന്നും വത്തക്കല്ലേ, വത്തക്ക 2 കഷ്ണം കൂടി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞാൻ റോബസ്റ്റ പഴം ആക്കാമെന്ന് കരുതിയിട്ട് ഇതാ 2 പഴം കട്ട് ചെയ്തിട്ടു. കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ പാല് വേണ്ട, പഞ്ചസാര വേണ്ട, ഇമ്മാതിരി ഒന്നും വേണ്ട. നല്ല സുഖമാണ് ജ്യൂസ് അടിക്കാൻ കേട്ടോ. പിന്നെ ഇതുമൂന്ന് പിന്നെ നല്ല ലൈം ജ്യൂസ് കിട്ടിയാൽ മതി. ഓക്ക് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഓക്ക് നല്ല അവളെപ്പോഴും പറയുമ്പോൾ എനിക്ക് നാരങ്ങ വെള്ളം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടാറ്. അപ്പോൾ ഓക്ക് തണുത്തൊന്നും കഴിക്കാൻ പറ്റൂല കേട്ടോ. ഓക്ക് ഈ പിന്നെ എന്താ പറയുക അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തണുത്തൊന്നും കുടിക്കരുത്. പക്ഷെ നോമ്പ് തുറക്കൽ എന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ മാത്രം ഞാൻ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുക്കും. അതവിടെ പഴം ജ്യൂസ് അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കുളിച്ച് വരികയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഇട്ടീന്ന് ഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതന്നെ ഇട്ടാളാ, കുളിച്ചിട്ട് അതന്നെ ഇട്ടാളാന്നൊക്കെ പറഞ്ഞപ്പോൾ അതന്നിട്ട് വന്നതാണ്. പിന്നെ ഐറൂസ് അപ്പോൾ നീ മിക്സി അടിക്കുന്ന ഒച്ചിട്ടിട്ട് ഓടി വന്നതാട്ടോ. കാരണം ഒരു മിക്സി അടിക്കുമ്പോൾ ഓൻ്റെ വിചാരം കഞ്ഞിയാണ് എന്നാ. അപ്പോൾ കഞ്ഞി പറഞ്ഞിട്ട് ഓടി വന്നതാണ്. പിന്നെ ഓനെയും കൊണ്ട് പോയി അതൊക്കെ ജ്യൂസ് അടിച്ചതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ മോള് അപ്പുറത്ത് എന്താ പറയുക സോഫയിൽ ഇരുന്ന് കേട്ടോ ഫുഡ് കഴിക്കണം. കാരണം ഒന്നാമത് ഐറൂസ്
പിത്തനാക്കുന്നുണ്ട്. അപ്പോൾ ഓനും കൊണ്ട് പിന്നെ അങ്ങോട്ട് സോഫയിൽ പോയി ഫാനൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. ഞാനും ഇതും ഇവിടുന്ന് കഴിച്ചിട്ടു. അപ്പോൾ ഞാനിതാ കുറച്ച് ബീഫ് എടുത്ത് കുറച്ച് ചോറും തൈരും പപ്പടം എടുത്താണ് ഞാൻ കഴിക്കുന്നത്. ഇതും കണ്ടോ നല്ലൊരു അടിപൊളി ലൈം ജ്യൂസും പിന്നെ പപ്പടും ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നെയ്ച്ചോറാണല്ലോ, അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ ഇന്ന് രാത്രി മോള് പോവുമായിരിക്കും ഇങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് മോളുടെ ഹസ്ബൻഡ് അവിടെ സ്കൂളിൽ എന്തൊക്കെയോ പരിപാടിയുണ്ട്, ചോറൊക്കെയാണ്, അപ്പോൾ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ചെറിയൊരു പരിപാടിയും കൂടി പ്ലാൻ ചെയ്തു. ഇനി നാളെ ആയിരിക്കും അവളെ കൊണ്ടുപോകുന്നത്. അവിടെ സ്കൂളിലെ കുട്ടിക്ക് എന്തോ വയ്യാന്നോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഹോസ്റ്റലാണല്ലോ, ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ള സ്കൂളായതുകൊണ്ട് പിന്നെ അവിടെ എപ്പോഴും വേണമല്ലോ ഇനി. അപ്പോൾ അങ്ങനെ ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇതാ കണ്ട സമയം ഒരു 11:30-11:45 ആയ ടൈമിൽ ബർത്ത്ഡേ ആവാൻ ഒരു 10-20 മിനിറ്റേ ഉള്ളൂ, അതായത് 12 മണിയാവാൻ 10-20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏതായാലും കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നത് പോക്ക് വലിയ താല്പര്യം തോന്നിയില്ല. കേക്ക് കട്ട് ചെയ്യേണ്ട അമ്മച്ചി, എനിക്ക് ഇത് വാങ്ങി തന്നാൽ മതിയാണ്. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു സംഭവം, അതായത് സൈലബാൻ്റെ സംഭവം വാങ്ങണ പോലെ, ഇതിൻ്റെ പേര് ഇപ്പം എന്താ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഓൾ തന്നെയാണ് ഇത് മതിയെന്നും പറഞ്ഞ് ഓൾ തന്നെ ഓർഡർ ചെയ്തു. ആ സംഭവം സാധനം എത്തിയത് നട്ടപ്പാതിരാക്കുമ്പോൾ എത്തുമല്ലോ. അപ്പോൾ ഇതെന്താ ചീസ് ബോംബോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. ചോക്ലേറ്റും പിന്നെ ചീസും എൻ്റെ ടേസ്റ്റാറ് 2 ടൈപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേക്കിന് പകരം വാങ്ങിയതാട്ടോ. എനിക്ക് തോന്നി അത് നന്നായി, കാരണം നമ്മൾക്ക് എല്ലാ വർഷവും കേക്കല്ലേ. അപ്പോൾ കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാനും വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ കഴിഞ്ഞ പ്രാവശ്യമുള്ള വെഡിങ് ആനിവേഴ്സറിക്ക് കട്ട് ചെയ്ത കേക്ക് ഇപ്പോഴും ഫ്രിഡ്ജിലുണ്ട് കേട്ടോ, ആർക്കും വേണ്ട. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ ഇഷ്ടമുള്ള സാധനം ആയിക്കോട്ടെ എന്ന് കരുതി എനിക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്തൊന്നും പറഞ്ഞ് അങ്ങനെ ഓൾ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഐറൂസിനുള്ളത് ഒരു കുഞ്ഞ് പ്ലേറ്റിലാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അതാകെ ഗബ ഗുബ ആക്കും. അതുകൊണ്ട് ഓനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഞാനും മോളും ഒക്കെ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ തോണ്ടി കഴിക്കണം കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു സ്പൂണ് ഞാൻ ഓള് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞോളൂ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എനിക്ക് ബർത്ത്ഡേ ഓളെ എന്താ പറയുക March 4 12 മണിക്ക് ഓൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓൾ ഇവിടെ ഉണ്ടാവലില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. എത്രയായാലും എൻ്റെ ആദ്യത്തെ മുള്ള നമ്മളൊരു കുട്ടിക്കായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കാത്തു നിന്നിട്ടാണ് എനിക്ക് 2 വർഷം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് കുട്ടി ഉണ്ടായില്ല. പിന്നെ ഒന്ന് ഉണ്ടായാൽ മതി എന്നങ്ങ് വിചാരിച്ച് ആഗ്രഹിച്ച് കൊതിച്ച് കാത്ത് നിന്ന് കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്നത് നമുക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായതാണ് ഉള്ള ഒരു ആളാണ്. അപ്പം എന്തായാലും അതിൻ്റെ കുറേ ഓർമ്മകളും ഞാൻ അന്ന് പ്രസവിക്കാൻ പോയതും ആ ഒരു എന്താ പറയുക പ്രസവത്തിൻ്റെ വേദനയും സംഭവങ്ങളും ഒക്കെ ഞാനങ്ങനെ ഓളോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കിപ്പോൾ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ഓക്ക് ഇപ്പോൾ നല്ലോണം അറിയാം. ഓക്കിപ്പോൾ എല്ലാ ബുദ്ധിമുട്ടും ഓക്കും അറിയാമല്ലോ. മറ്റേ ഞാൻ എല്ലാ വർഷവും ഞാൻ പറയാറുണ്ട് ഇങ്ങനെ പയങ്കഥ ഇങ്ങനെ പറയുമ്പോൾ ഓക്ക് ഇത് എന്ത് വിചാരിച്ചവൾ കേട്ടിക്കും, പക്ഷേ ഇപ്പോൾ ഒക്കെ മനസ്സിലാവും. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.